ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു teraplanter ആണ്. teraplanter എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയുടെ പുറത്ത് ചെടി നടുന്ന രീതിയാണ്. അപ്പോൾ ഇതിന് പ്ലാസ്റ്റിക് ചട്ടിയൊന്നും പറ്റില്ല, മൺചട്ടി തന്നെ വേണം, ടെറാക്കോട്ടയുടെ ചട്ടി. അപ്പോൾ ഒരു പുതിയ ചട്ടി തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം, എന്നാലാണ് നമുക്കിത് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുതിയ ചട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് ചെറിയ ലീക്ക് ഉണ്ടാകുമല്ലോ. നമ്മളിപ്പോൾ വീട്ടിൽ കൂജയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കൂജയുടെ പുറത്തൂടെ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് വരെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതേപോലെ ലീക്കുള്ള മൺചട്ടിയാണ് നമുക്ക് വേണ്ടത്. ലീക്കുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഹോളുള്ളതല്ല, ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ഒരു ചട്ടിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പൂന്തോട്ടത്തിൽ ഉപയോഗിക്കുന്ന ചട്ടികൾക്കൊക്കെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹോള് നമുക്ക് എംസിയിൽ വെച്ചോ അല്ലെങ്കിൽ സിമെൻറ്റ് വെച്ചോ ഒക്കെ അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു teraplanter ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പല ഷേപ്പിലുള്ളതും പല വലിപ്പത്തിലും ആയിട്ടുള്ള ടെറാക്കോട്ടയുടെ ഒരുപാട് പാത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൂജ പോലത്തെയോ ഗ്ലാസ് പോലത്തെയോ അല്ലെങ്കിൽ അങ്ങനെ പല ഉപയോഗത്തിനുള്ള അടുക്കളയിലൊക്കെ പെരുമാറുന്ന രീതിയിലുള്ള പാത്രങ്ങളുണ്ടല്ലോ, അതേപോലത്തെ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനൊന്നും ഇങ്ങനെ ഡ്രെയിനേജ് ഹോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങൾ കിട്ടും. പിന്നെ ഇതിന് മൺചട്ടിക്ക് അങ്ങനെ അത്ര വലിയ വിലയൊന്നും ഇല്ല, ഒരു 100 രൂപ താഴെയൊക്കെ ഉള്ള മൺചട്ടികളൊക്കെ നമുക്ക് കിട്ടും. ഇതൊരു ചട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തേക്കുന്ന പ്ലാന്റ്സ് ഇതൊക്കെയാണ്. ഇത് എല്ലാം ഫേണാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ഇത് നമുക്ക് പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു ഫേണാണ്. ഞാനിത് കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് നമ്മുടെ മതിലെ കൂടെയൊക്കെ എല്ലാ സ്ഥലത്തും പറമ്പിൽ കൂടെയൊക്കെ കാണുന്നൊരു ഫേണാണ്. നല്ല രസം അത് കാണാൻ, കൂട്ടത്തോടു കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് ആദ്യം കാണിച്ചതിൻ്റെ ചെറുത്, പിന്നെ മോസ്, പിന്നെ ഇങ്ങനത്തെ കുറച്ച്, ഇതൊക്കെ മോസ് ഫാമിലി പെട്ടതാണ്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും, എല്ലായിടത്തും നമുക്ക് കിട്ടുന്നതുമാണ്. അതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് ആ ചട്ടിയിൽ വച്ച് പിടിപ്പിക്കാം. ഈ ചട്ടിയാണ് ഞാൻ എടുത്തേക്കണേ. ഇത് അത്ര വലിയ ചട്ടിയൊന്നുമല്ല, ഒരു മീഡിയം സൈസ് ചട്ടിയാണ്. അപ്പോൾ ഇതിനൊരു 100 രൂപ താഴേക്കേ വിലയുള്ളൂ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇതിൽ വെച്ച് പിടിപ്പിക്കുന്നത്, ഇതേപോലെ പ്ലാന്റ്സ് എടുത്തിട്ട് ഈ ചട്ടിയുടെ ആ പുറം ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു നൂല് വെച്ച് നമ്മളത് ആ ചട്ടിയോട് ചേർത്ത് കെട്ടിക്കൊടുക്കണം. ഇത് കെട്ടാനായിട്ട് നമുക്ക് ഏത് നൂല് വേണേലും എടുക്കാം, ചാക്കുനൂലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നൂലോ, അതല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ എടുക്കുന്ന നൂലൊക്കെ ഉണ്ടല്ലോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിത് കെട്ടാനായിട്ട് ചാക്കുനൂലാണ് എടുക്കുന്നത്. അതാവുമ്പം വലിയ കുഴപ്പമൊന്നുമില്ലാത്തതായതുകൊണ്ട് ആ പാത്രത്തോട് ചേർന്നങ്ങ് നിന്നോളും, അതുകൊണ്ട് അതാണ് എടുക്കണേ. അപ്പം എല്ലാ പ്ലാന്റ്സും കൂടി ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. എല്ലാ പ്ലാന്റ്സും ഒന്നിച്ച് വെച്ച് കെട്ടാൻ പറ്റില്ല, കുറേശ്ശെ ആയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഈ പ്ലാന്റ്സൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. കാരണം ഇവർ ഫേൺസ് ആയതുകൊണ്ട് ഇവർ പെട്ടെന്ന് അങ്ങ് വാടി തളർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം വെള്ളത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് നിറയെ വെള്ളം വേണ്ട പ്ലാന്റ്സാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വേരെല്ലാം ഈ ചട്ടിയുടെ പുറത്തുകൂടെ ഇങ്ങനെ ഓടി പിടിച്ച് വളർന്നോളും. അപ്പോൾ ഞാൻ ഈ ഫേൺസ് മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഈ ചെടികൾ എന്തായാലും ഇതിനകത്ത് വളരും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് എടുത്തത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂടുതലായിട്ടുള്ള പ്ലാന്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അതൊക്കെ ഇതിനകത്ത് വളരുമെന്നൊക്കെ അറിയാമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് പിടിച്ചു കയറി പോകുന്നതോ, മരത്തിൽ ഇങ്ങനെ പിടിച്ചു കയറി പോകുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കാം. ഞാനിപ്പോൾ ഈ ഫേൺസ് ഇതെന്തായാലും ഇതിനകത്ത് പിടിക്കും, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇത് ഇഷ്ടം പോലെ ഇവിടെ കിട്ടുകയും ചെയ്യും, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ ഇതിങ്ങനെ കൂട്ടത്തോടു കൂടി വളർന്ന് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയായി ഫേൺസൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തത്. അപ്പം നമുക്ക് എല്ലാ പ്ലാന്റ്സും ഇതിൽ വെച്ച് പിടിപ്പിക്കാം.
അപ്പോൾ നമ്മുടെ ടെറാപ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടോ ഇതേപോലെ. അപ്പോൾ ഈ മോസൊക്കെ ഇതിനകത്ത് നൂല് വെച്ച് കെട്ടേണ്ട ഒന്നും വന്നില്ല. അതിനകത്ത് അല്ലാണ്ട് തന്നെ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചങ്ങ് സ്റ്റിക്കായിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് പിടിച്ച് വളർന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെറാപ്ലാന്റർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വെറുതെ കിടക്കുമ്പോൾ അത്ര ഒരു ഭംഗിയില്ലല്ലോ കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് അതിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ടു. ഇത് ഡക്ക്വീഡ്സ് ആണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ടെറാപ്ലാന്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഔട്ട്ഡോറും വെക്കാം, അതേപോലെ തന്നെ ഇൻഡോറും വെക്കാവുന്ന ഒരു ഡെക്കോർ പീസ് കൂടിയാണ്. അപ്പോൾ ഇത് ഇൻഡോർ വെക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ഇരുട്ടുള്ള റൂമിലൊന്നും കൊണ്ട് വെക്കരുത്. ഒരുപാട് ഇരുട്ടുള്ള റൂമിലൊന്നും ഒരു ചെടി അങ്ങനെ വളരത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നൊന്നുമില്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു കോർണറിലൊക്കെ നമുക്ക് ഈ ഒരു ടെറാപ്ലാന്റർ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഔട്ട്ഡോർ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഈ നട്ടിരിക്കുന്ന ചെടികളൊക്കെ എങ്ങനെയാണോ വളരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം ഇതിലെ ഇങ്ങനെ ലീക്ക് ചെയ്ത് വരും. ഇതിപ്പോൾ തന്നെ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് വന്നിട്ടാണ് ഈ ചെടികൾക്ക് വളരാനുള്ള ഈർപ്പം കിട്ടുന്നത്. പിന്നെ നമുക്ക് മാസത്തിലൊരിക്കലൊക്കെ വേണമെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിട്ട് വളരും. അതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഫേൺസ് ആണ്. അപ്പോൾ ഈ ഫേണൊക്കെ ഒരു വളവും നമ്മൾ കൊടുക്കാതെ തന്നെ എല്ലായിടത്തും നന്നായിട്ട് വളരുന്ന ചെടികളാണല്ലോ. അപ്പോൾ ഇത് വളർന്നോളും, കുഴപ്പമൊന്നുമില്ല. വെള്ളം ആഴ്ചയിൽ മാറ്റിക്കൊണ്ടിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിട്ട് വളരുന്നു മാത്രം. പിന്നെ ഒരു സംശയം വരാൻ സാധ്യതയുള്ളത് ഇതിൽ കൊതുക് വരുമെന്നുള്ളതാണ്. നമ്മൾ വെള്ളം ആയതുകൊണ്ട് തന്നെ കൊതുക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ആഴ്ചയിലും ഇതിലെ വെള്ളം മാറിക്കൊണ്ടിരിക്കുക. പിന്നെ വെള്ളം ഇതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെ വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ കൊതുക് വരാതിരിക്കാനായിട്ട് എല്ലാ ആഴ്ചയിലും വെള്ളം മാറുക. അതല്ലെങ്കിൽ കുറച്ച് വലിയ കണ്ടെയ്നറിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ 2 ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇതിൽ മീനിനൊന്നും ഇടുന്നില്ല, കാരണം ഇതൊരു ചെറിയൊരു പോട്ടാണല്ലോ. അപ്പോൾ ഇതിൽ മീനിനെ ഇട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് മീനിനൊന്നും ഞാൻ ഇടാത്തത്. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഇതിനകത്ത് വെള്ളം മാറിയാൽ മതിയല്ലോ, എല്ലാ ദിവസവും ഒന്നും മാറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒറ്റ വീഡിയോ പോലും മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.